പയസ്വിനി മാവിന്റെ അതിജീവനത്തിന് 4 വർഷമാകുന്നു. സുഗതകുമാരി ടീച്ചർ നട്ടുനനച്ച മാവിനെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും അടുക്കത്ത് വയൽ GUP സ്കൂൾ മുറ്റത്തേക്ക് പറിച്ചു നടുകയായിരുന്നു. നിറയെ പച്ച പുതച്ച് കണ്ണിന് കുളിർമ പകരുന്ന കാഴ്ചയാണ് ഇപ്പോൾ പയസ്വിനി. ബജറ്റിനിണങ്ങിയ വിവാഹാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷനുമായി റോഷി ജ്വല്ലറി. പുതുമയും പാരമ്പര്യവും ഒത്തുചേരുന്ന ഡിസൈൻസ്. റോഷി ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബാങ്ക് റോഡ് ആൻഡ് കോട്ട് റോഡ്, കാസർഗോഡ്. ഫോറെവർ ഷൈൻ. മലയാളത്തിന്റെ പ്രിയ കവിയത്രി സുഗതകുമാരി ടീച്ചർ നട്ടുനനച്ച തേന്മാവ് പയസ്വിനി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും അടുക്കത്ത് ബയൽ GUP സ്കൂൾ മുറ്റത്തേക്ക് പറിച്ചു നട്ട് 4 വർഷമാകുന്നു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് തണൽ വിരിച്ചുണ്ടായിരുന്ന മരങ്ങൾ സാമൂഹ്യ വിരുദ്ധർ രാത്രിയുടെ മറവിൽ നശിപ്പിച്ചപ്പോൾ പ്രതിഷേധത്തിന്റെ ഭാഗമായായിരുന്നു അന്ന് മാവിൻ തൈ നട്ടത്. സുഗതകുമാരി തന്നെയാണ് പയസ്വിനി എന്ന പേരിട്ടതും. ദേശീയപാത വികസനത്തിൽ തലപ്പാടി മുതൽ ചെങ്കള വരെ മരങ്ങൾ മുറിച്ചു മാറ്റിയപ്പോൾ പയസ്വിനി പറിച്ചു നട്ട് സംരക്ഷിക്കാൻ ആവശ്യമുയർന്നു. കരാറുകാരായ ഊരാളുങ്കൽ സൊസൈറ്റി ഇതിന് തയ്യാറായി രംഗത്ത് വന്നതോടെ കാസർഗോഡ് പീപ്പിൾസ് ഫോറവും പോലീസും കൈകോർത്താണ് 16 വർഷം പ്രായമായ മാവ് 2022 ജൂൺ 15 ദേശീയപാതയരികിൽ നിന്ന് അടുക്കത്ത് ബയൽ ഗവൺമെന്റ് UP സ്കൂൾ വളപ്പിലേക്ക് മാറ്റി നട്ടത്. ശാസ്ത്രീയ നിർദ്ദേശങ്ങൾ പാലിച്ച് മാവിന്റെ ഭാവി വളർച്ചയ്ക്ക് തടസ്സമാകാതെ വളരെ ശ്രദ്ധയോടെയാണ് സ്കൂളിലേക്ക് മാറ്റിയത്. നേരത്തെ പൂത്ത മാവ് മറ്റൊരിടത്തേക്ക് മാറ്റി നടുമ്പോൾ വളർച്ചയെക്കുറിച്ച് ആശങ്കയുണ്ടായിരുന്നു. അതൊക്കെയും അസ്ഥാനത്താക്കിയാണ് പയസ്വിനി വളർന്നത്. മാവ് തളിരണിഞ്ഞതും പൂവിട്ടതുമായ വളർച്ചാഘട്ടങ്ങൾ വിദ്യാർത്ഥികളും അധ്യാപകരും പരിസ്ഥിതി സ്നേഹികളും കൗതുകത്തോടെ വീക്ഷിച്ചു വരികയായിരുന്നു. ഇവരുടെയെല്ലാം മികച്ച പരിചരണത്തിൽ നിറയെ പച്ച പുതച്ച് കണ്ണിന് കുളിർമ പകരുന്ന കാഴ്ചയാണ് ഇപ്പോൾ പയസ്വിനി. കൊണ്ടുവരുമ്പോൾ ആർക്കും വല്ലാതെ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. 2 മരക്കമ്പുകൾ മാത്രമായി ക്രെയിനിൽ തൂക്കി കൊണ്ടുവന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ അടക്കം പറഞ്ഞതാണ് ഈ മരക്കമ്പ് വിറക് കൊള്ളി വെച്ചിട്ട് എന്ത് കാര്യമെന്ന്. പക്ഷേ എന്തുകൊണ്ടോ അടുത്ത വർഷമാകുമ്പോഴേക്കും അത് ചെറുതായിട്ട് ഇതളുകൾ വന്നു, ഇലകൾ വന്നു. അത് പിന്നീട് ഒന്ന് പന്തലിച്ചു. ഈ കഴിഞ്ഞ വർഷമല്ല, അതിൻ്റെ മുമ്പത്തെ വർഷം ജസ്റ്റ് ഒന്ന് പൂവിട്ടണമെങ്കിലും അത് പിന്നീട് ഉണങ്ങിപ്പോയി. പക്ഷേ ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ നന്നായി പൂവിടുകയും ഒരുപാട് മാങ്ങ അതിലുണ്ടാവുകയും കുട്ടികളൊക്കെ ആസ്വദിച്ച് തന്നെ അതിൽ കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും ഇങ്ങനെയുള്ള നമ്മുടെ പഴമക്കാർ സുഗതകുമാരി ടീച്ചറെ പോലെയുള്ള ആളുകൾ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി ചെയ്തത് നമുക്കുകൂടി ഭാവി തലമുറയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കാനാണ്. നമ്മളും അതിൽ പങ്കുചേരാം. മരണവഴിയിൽ നിന്നും ജീവിത പച്ചപ്പിലേക്ക് മടങ്ങിയെത്തിയ പയസ്വിനിയുടെ അതിജീവന കഥ ആരെയും വിസ്മയിപ്പിക്കുന്നതാണ്. ഓരോ പരിസ്ഥിതി ദിനം വന്നണയുമ്പോഴും ഈ മാവ് തലയെടുപ്പോടെ നിൽക്കുന്ന കാഴ്ച സന്തോഷം നൽകുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.